ഉമർ ഫൈസി മുക്കത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന സമസ്തയിലെ ലീഗ് അനുകൂലികൾ. സമസ്ത സെക്രട്ടറിയും കേന്ദ്ര മുഷാവറ അംഗവുമാണ് ഉമർ ഫൈസി മുക്കം. സമസ്ത മുഷാഫറയിൽ നിന്ന് ഫൈസിയെ പുറത്താക്കണമെന്ന് സംയുക്ത പ്രസ്താവന. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സ്വാലി, ഇതിപ്പോൾ എന്താണ് ഈ ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്ന ഒരാവശ്യം ലീഗ് അണികൾക്ക് വരാൻ കാരണം? കഴിഞ്ഞ ദിവസം CPIM സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചതാണോ ലീഗ് അനുകൂലികളെ ചൊടിപ്പിച്ചത്? അന്ന് UDF സർക്കാരിന്റെ ഈ വഖഫ് വിഷയത്തിലെ കൊള്ളരുതായ്മകളെക്കുറിച്ച് അദ്ദേഹം വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനമാണോ ലീഗ് അണികളെ രോഷം പിടിപ്പിച്ചിരിക്കുന്നത്? മനു, ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും സമസ്തയ്ക്കകത്ത് വലിയ വിഭാഗീയത രൂപപ്പെട്ടു വരികയാണ്. അതിന് ഒരു കാരണമാവുന്നത് ഉമർ ഫൈസി മുക്കം മലപ്പുറത്ത് CPIM സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതാണ്. UDF സർക്കാർ വഖഫ് നിയമങ്ങളും UDF കീഴടങ്ങലും എന്ന വിഷയത്തിലായിരുന്നു ആ സെമിനാറിൽ വളരെ രൂക്ഷമായി അദ്ദേഹം UDF സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ്, അതായത് 5 മാസം മുമ്പ് LDF സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വഖഫ് ബോർഡ് അംഗമായി നാമനിർദ്ദേശം ചെയ്യുന്നത്. അന്ന് തന്നെ പുറത്താക്കാൻ ഇപ്പോൾ UDF സർക്കാർ ശ്രമിക്കുകയാണ്. RSSന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ സ്വയം അദ്ദേഹം സഖാവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മറ്റുള്ളവർ തന്നെ അങ്ങനെ വിളിക്കുന്നു എന്ന് അദ്ദേഹം മുസ്ലിം ലീഗിൽ അനുകൂലികളായ സമസ്തയിലുള്ള പ്രവർത്തകരെ ലക്ഷ്യം വെച്ച് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. ഇതാണ് വലിയ വിമർശനങ്ങൾക്കും അധിക്ഷേപത്തിനൊക്കെ കാരണമായിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകർ വളരെ രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിനെതിരെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ സമസ്തയിൽ കഴിഞ്ഞ ദിവസം വളരെ അധിക്ഷേപകരമായ രീതിയിൽ സംസാരിച്ചിരുന്നല്ലോ. ഏത് ഉമർ ഫൈസി മുക്കം, അതാരാണെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കണ്ടിരുന്നു. അതിന്റെ തുടർച്ചയിലാണല്ലേ സൈബർ വിഭാഗത്തിന്റെ സൈബർ അണികളുടെ ഈ അധിക്ഷേപവും ഇങ്ങനെയുള്ള ആവശ്യങ്ങളും ഒക്കെ വരുന്നത്? തീർച്ചയായും മനു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലെ ഒരു വലിയ സംഘടനയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് അറിയില്ല എന്ന് PMA സലാം പറഞ്ഞത്. അതിനുശേഷം വലിയ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ അധിക്ഷേപപരമായ പരാമർശങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഈ സംയുക്ത പ്രസ്താവന, സമസ്തയുടെ പേരിലാണ് ഇത്തരത്തിലൊരു സംയുക്ത പ്രസ്താവന അദ്ദേഹത്തെ മുഷാവറയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് ഇന്നലെ അവർ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പക്ഷേ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിക്കാനോ തിരുത്താനോ തയ്യാറായിട്ടില്ല. സ്വയം അദ്ദേഹം സഖാവ് എന്ന് വിമർശിച്ചതൊക്കെ വലിയ ട്രോളായി മുസ്ലിം ലീഗ് പ്രവർത്തകർ കാണുന്നു. മുസ്ലിം ലീഗിൻ്റെ കൂടി ഒരു സമ്മർദ്ദം ഈ വിഷയത്തിൽ സമസ്തയ്ക്ക് മേൽ ഉണ്ട്. മനു, ശരി, ഉമർ ഫൈസി മുക്കത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ലീഗ് അനുകൂലികൾ രംഗത്ത് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വരികയാണ്. അദ്ദേഹത്തെ ലീഗിന്റെ ഈ സൈബർ അണികളുണ്ടല്ലോ വല്ലാതെ കടന്നാക്രമിക്കുകയാണ്. PMA സലാമൊക്കെ കഴിഞ്ഞ ദിവസം അധിക്ഷേപകരമായ രീതിയിൽ സംസാരിച്ചിരുന്നു ഉമർ ഫൈസി മുക്കത്തെക്കുറിച്ച്. ഇവരെയൊക്കെ ചൊടിപ്പിക്കുന്നത് CPIM സംഘടിപ്പിച്ച വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ഉമർ ഫൈസി മുക്കം പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് അദ്ദേഹം അന്ന് പറഞ്ഞ ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക് പോകാം. ഈ നിയമത്തിന് ഭേദഗതി ചെയ്യണം. 2 അമുസ്ലിങ്ങളെ വെക്കുന്നതടക്കമുള്ള വിഷയത്തിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് കേരള നിയമസഭയിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഇത് പാസ്സാക്കിയത്. മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാവരും പാസ്സാക്കി. എന്നാൽ ഇപ്പം ഹൈക്കോടതിയിൽ ഇത് വന്നപ്പോൾ അവിടെ വാദിച്ചതെന്താ? കേരള സർക്കാരിൻ്റെ വക്കീലെന്താ വാദിച്ചത്? സോൺ ജോർജിൻ്റെ ആ അന്യായം ശരിയാണ്, അതിനോട് കൂടെ ഞങ്ങൾ ഒത്തുചേരുന്നു എന്നാണ് പറഞ്ഞത്. അതിനോട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 2 അമുസ്ലിങ്ങളെ വെക്കാത്ത വഖഫ് ബോർഡ് ശരിയല്ലെന്നും അത് പിരിച്ചുവിടുകയാണെങ്കിൽ 2 അമുസ്ലിങ്ങളെ വേണമെങ്കിൽ 2 RSSകാരെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിച്ചു കൊള്ളാമെന്ന ഒരു വിഷയമാണ് അവിടെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ വകുപ്പാണ്. ആ വകുപ്പടക്കമുള്ള അതിനെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞിരിക്കുന്ന അതാണ്. എവിടെയാണ് ഇവരുടെ ന്യായം? അതുകൊണ്ട് മതപരമായ മൂല്യങ്ങൾ എന്തായിരുന്നാലും ശരി, തകർന്നാലും തിരക്കടില്ല,
ഹംസയും ഉമ്മർ ഫൈസിയും മാറണം, ബോർഡ് മാറണം. ഷോൺ ജോർജിൻ്റെ കൂടെയുള്ള അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായാലും തിരക്കടില്ല, RSSൻ്റെ കൂടെ കൂടിയാലും തിരക്കടില്ല, എന്തായിരുന്നാലും തിരക്കടില്ല. വഖഫ് ബോർഡ് ഈ വഖഫ് ബോർഡ് പറ്റില്ല എന്ന വാദം നോക്കണം. ഈ സർക്കാർ വെക്കാത്തതിനെ വെച്ച് പരിഹരിച്ചാൽ മതി എന്നുള്ളതിന് പകരം ഈ BJPൻ്റെ അല്ലെ RSSൻ്റെ വാദത്തോട് കൂടെ നിന്ന് നിങ്ങൾ തരം താഴേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വരേണ്ടി വന്നല്ലോ. അത് വരണ്ടായിരുന്നല്ലോ, അത് വരാൻ നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ വാചകമാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന സൈബർ ആക്രമണവും രാജി ആവശ്യവും ഒക്കെ പുറത്താക്കണമെന്ന ആവശ്യവും ഒക്കെ വന്നിരിക്കുന്നത്.